Hi friends, welcome to Sarah's Herbs and Spices. ഇന്ന് നമുക്ക് ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ഇത് വളരെ രുചികരമായ ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിശ്ചയമായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ബീഫ് ബിരിയാണിക്ക് ആയിട്ടുള്ള മാരിനേഷന് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഇത് 2 മീഡിയം സവാളയാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരുംജീരകം, ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, 1/2 കപ്പ് തൈര്, പച്ചമുളക് ഒരു 5-6 നമ്മൾ നേരത്തെ കുറച്ച് പച്ചമുളക് ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഇത് 2 ടൊമാറ്റോ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ബീഫിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ബീഫ് ആഡ് ചെയ്യാൻ കഴുകി വെച്ചിരിക്കുന്ന ബീഫാണ്. ഇത് 1.25 കിലോ ബീഫുണ്ട്. ഈ മാരിനേഡിൽ നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മല്ലിയില ഒരു 1/4 കപ്പ്, പിന്നെ അതുപോലെ തന്നെ പുതിനയില 1/4 കപ്പ്, കുറച്ച് കറി ലീവ്സ് കിട്ടും. നമുക്കത് മിക്സ് ചെയ്യാം. ഇതൊരു 3.5 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. ഈ റൈസ് ഇപ്പം ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു 4-5 തവണ കഴുകി. ഇത് നമുക്കൊരു 20 മിനിറ്റ് സോക്ക് ചെയ്യാനിടാം. നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും വറുത്തെടുക്കാം. ഞാൻ കുറച്ച് ഗീയും നെയ്യും എണ്ണയും കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ, അല്ലേ പെട്ടെന്ന് നമ്മൾ കരിഞ്ഞു വരും. ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ റൈസിൻസ് കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിപ്പം മുന്തിരി എല്ലാം നല്ലപോലെ സോളിനായിട്ടുണ്ട്. ഇപ്പം മുന്തിരിയും കാഷ്യൂനട്ടും എല്ലാം നല്ലോണം ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ എടുക്കാം. ഇനി ഈ സവാള വറുത്തെടുക്കാനായിട്ട് ഞാൻ നെയ്യുടെ കൂടെ കുറച്ച് വെജിറ്റബിൾ ഓയിലൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് വറക്കാം. നമുക്ക് ചോറ് വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാം. ഇതിനകത്ത് കുറച്ച് മസാല ഇടാം. ബേ ലീഫ് ഇട്ടു. ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത്രയും മസാല ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പിടാം. ഇത് ഞാൻ 3.5 കപ്പ് റൈസിന് ഒരു 5.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ലൈം ജ്യൂസ് ഒഴിക്കാം. കുറച്ച് പുതിന, കുറച്ച് മല്ലിയില ഇടാം. 1
ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ്. നമുക്ക് അരിയിടാം. ഇത് 20 മിനിറ്റ്സ് സോക്ക് ചെയ്ത് കൈമ റൈസ്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ല ഒരു ബോയിൽ തിള വന്നിട്ട് നമുക്ക് പിന്നെ റെഡ്യൂസ് ചെയ്ത് സിമ്മറിൽ വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറച്ചിട്ട് സിമ്മറിലിട്ട് ബോയിൽ ചെയ്യാം. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. 80% വേവായിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ബീഫ് പ്രഷർ കുക്കറിലാക്കിയിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് ഓരോ സ്ഥലത്തും ഓരോ ബീഫിൻ്റെ കുക്കിംഗ് ടൈം സെപ്പറേറ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വാച്ച് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ബീഫ് വെന്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഗ്രേവി ഉണ്ട്. നമുക്ക് കുറച്ച് ഗ്രേവി ഒന്ന് പറ്റിച്ച് ഇത് കുറുക്കിയെടുക്കാം. അപ്പോൾ ആ സമയം അതിൻ്റെ കൂടെ നമുക്കൊരു 1/2 കപ്പ് ഫ്രൈഡ് അണിയൻസ് കൂടെ ആഡ് ചെയ്യാം. അഡീഷണൽ ടേസ്റ്റ് ആവും. ബീഫ് കറി ഇപ്പം നല്ലവണ്ണം ഇവിടെ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്ത് ചോറ് നിരത്താം. ചോറ് നിരത്തി കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് നമുക്ക് ഫ്രൈഡ് ഓണിയൻസ് ഇടാം. കുറച്ച് മല്ലിയില, കുറച്ച് പുതിന, കുറച്ച് നട്ട്സ് ആൻഡ് റീസൺസ്. ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയർ നമുക്ക് നിർത്താം. സെക്കൻഡ് ലെയർ റൈസും ഉണ്ട്. അത് നമുക്ക് ഗാർണിഷ് കൂടി ചെയ്യാം. മല്ലിയില, പുതിനയില, ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ പാലൊഴിക്കാം. കുറച്ച് മോയ്സ്ചർ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ടർമറിക് കലക്കാം. ഒരു പഴയ ഒരു ദോശക്കല്ലോ എല്ലാം വെച്ചിട്ട് നമുക്കിതിൻ്റെ പുറത്ത് ദമ്മിടാം. ഇത് ഞാൻ അലുമിനിയം ഫോയിലൊന്നും വെച്ച് കവർ ചെയ്യുന്നില്ല. ബിക്കോസ് ഇത് ഫേം ആയത്. അത് കാരണം നമുക്കൊരു 20 minutes to 30 minutes ദമ്മിടാം. ഈ ദോശക്കല്ല് ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ സിമ്മറിൽ ഇട്ട് വേണം നിങ്ങൾ ഇത് ദം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഒരിക്കലും. $20 minutes ദം ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിനി ബിരിയാണി സെർവ് ചെയ്യാം.